Hello, good morning. Today we are going to discuss another topic, important terms related to amalgamation. Okay. Previous ക്ലാസ്സിൽ ഓൾറെഡി അമാൽഗമേഷൻ എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേംസ് റിലേറ്റഡ് ടു അമാൽഗമേഷൻ. ദെൻ അമാൽഗമേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനമായി 3 ടേംസിനെ കുറിച്ചാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ, വാട്ട് യു മീൻ ബൈ ട്രാൻസ്ഫറർ കമ്പനി. സെക്കൻഡ്, വാട്ട് യു മീൻ ബൈ ട്രാൻസ്ഫറി കമ്പനി. ദെൻ തേർഡ്, വാട്ട് ഈസ് പർച്ചേസ് കൺസിഡറേഷൻ. ഈ 3 കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ, ട്രാൻസ്ഫറർ കമ്പനി. ട്രാൻസ്ഫറർ കമ്പനി മീൻസ് those company which is going into liquidation. ലിക്വിഡേഷനിലേക്ക് പോകുന്ന കമ്പനിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറയുന്നത്. അമാൽഗമേഷൻ്റെ കേസിൽ ലിക്വിഡേറ്റിംഗ് 2 or more എക്സിസ്റ്റിംഗ് കമ്പനി ആൻഡ് ഫോമിങ് എ ന്യൂ കമ്പനി. ഓക്കെ, നിലവിലുള്ള 2 or 3 കമ്പനികൾ ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ട് പുതിയൊരു കമ്പനി ഫോം ചെയ്യലാണ് അമാൽഗമേഷൻ. ഇവിടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്ന വൈൻഡിങ് അപ്പ് നടക്കുന്ന കമ്പനികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറയുന്നത്. താഴെ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കുക. വൈ ലിമിറ്റഡ് ടേക്കൺ ഓവർ ദ ബിസിനസ് ഓഫ് എക്സ് ലിമിറ്റഡ്. വൈ ലിമിറ്റഡ് ആൻഡ് എക്സ് ലിമിറ്റഡ്, ഇവിടെ 2 കമ്പനികളുണ്ട്. എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയും വൈ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയും. ഇവിടെ വൈ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്യാണ്? ടു ടേക്കൺ ഓവർ ദ ബിസിനസ് ഓഫ് എക്സ് ലിമിറ്റഡ്. എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ബിസിനസ്സിനെ വൈ ലിമിറ്റഡ് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വൈ ലിമിറ്റഡ് എക്സ് ലിമിറ്റഡിനെ ഏറ്റെടുക്കുന്ന സമയത്ത് വൈൻഡിങ് അപ്പ് ചെയ്യപ്പെടുന്ന, ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്ന കമ്പനി ഏതാണ്? എക്സ് ലിമിറ്റഡ് ആണ്, അല്ലേ? അപ്പോൾ ഈ വൈൻഡിങ് അപ്പ് ചെയ്യപ്പെടുന്ന കമ്പനിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, വൈ ലിമിറ്റഡ് എക്സ് ലിമിറ്റഡിനെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വൈ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി നിലവിലില്ല. അപ്പോൾ എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അവിടെ ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്ന കമ്പനിയെ ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറയും. ഓക്കെ, ജസ്റ്റ് ഓപ്പോസിറ്റ്, വാട്ട് യു മീൻ ബൈ ട്രാൻസ്ഫറി കമ്പനി. ട്രാൻസ്ഫറി കമ്പനീസ് ആർ ദോസ് കമ്പനി ഇൻ ടു വിച്ച് ദ ട്രാൻസ്ഫറർ കമ്പനി ഗോയിങ് ഇൻ ടു ലിക്വിഡേറ്റ്. ട്രാൻസ്ഫറർ കമ്പനി, ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്ന ട്രാൻസ്ഫറർ കമ്പനി ഏത് കമ്പനിയിലാണോ ജോയിൻ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ടേക്കൺ ഓവർ ചെയ്യപ്പെടുന്നത് ആ കമ്പനിയെ നമ്മൾ എന്തെന്ന് പറയും? ട്രാൻസ്ഫറി കമ്പനി എന്നു പറയും. ഓക്കെ, ഇവിടെ വൈ ലിമിറ്റഡ് ടേക്കൺ ഓവർ ദ എക്സ് ലിമിറ്റഡ്. വൈ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി എക്സ് ലിമിറ്റഡിനെ ടേക്കൺ ഓവർ ചെയ്യുമ്പം, ഏറ്റെടുക്കുന്ന സമയത്ത് ഇവിടെ ഏറ്റെടുക്കുന്ന കമ്പനി ഏതാണ്? വൈ ലിമിറ്റഡ് ആണ്. വൈ ലിമിറ്റഡ് എക്സ് ലിമിറ്റഡിനെ ടേക്കൺ ഓവർ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഏറ്റെടുക്കുന്ന കമ്പനിയെ നമ്മൾ എന്തെന്ന് പറയും? ട്രാൻസ്ഫറി കമ്പനി. ട്രാൻസ്ഫറർ കമ്പനിയെ ഏറ്റെടുക്കപ്പെടുന്ന കമ്പനിയെ ട്രാൻസ്ഫറി കമ്പനി എന്നും പറയും. അപ്പോൾ ഇവിടെ വൈ ലിമിറ്റഡ് ട്രാൻസ്ഫറി കമ്പനിയും എക്സ് ലിമിറ്റഡ് ട്രാൻസ്ഫറർ കമ്പനിയുമാണ്. ഇതാണ് ആദ്യമായിട്ട് നമുക്ക് അറിയേണ്ട 2 ടേംസ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറയുമ്പോൾ ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്ന കമ്പനിയെ ട്രാൻസ്ഫറർ കമ്പനി എന്നും ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്ന കമ്പനിയെ ഏറ്റെടുക്കുന്ന സെക്കൻഡ് കമ്പനിയെ നമ്മൾ എന്തെന്നും പറയും? ട്രാൻസ്ഫറി കമ്പനി എന്നും പറയും. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് യു മീൻ ബൈ പർച്ചേസ് കൺസിഡറേഷൻ. എന്താണ് പർച്ചേസ് കൺസിഡറേഷൻ? പർച്ചേസ് കൺസിഡറേഷൻ മീൻസ് ദ കൺസിഡറേഷൻ പെയ്ഡ് ബൈ ദ ട്രാൻസ്ഫറി കമ്പനി ടു ട്രാൻസ്ഫറർ കമ്പനി വൈൽ അക്വയറിംഗ് എ ബിസിനസ്. ബിസിനസ് ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി ട്രാൻസ്ഫറർ കമ്പനി ട്രാൻസ്ഫറി കമ്പനിക്ക് കൊടുക്കുന്ന കൺസിഡറേഷനെ, എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. മുൻപ് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം വൈ ലിമിറ്റഡ് ടേക്കൺ ഓവർ ദ ബിസിനസ് ഓഫ് എക്സ് ലിമിറ്റഡ്. വൈ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയെ ഏറ്റെടുക്കുന്നു. ഏറ്റെടുക്കുന്ന സമയത്ത് ഓൾറെഡി ഏറ്റെടുക്കപ്പെടുന്ന കമ്പനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒരു സർട്ടൺ എമൗണ്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം നിലവിൽ
ട്രാൻസ്ഫറർ കമ്പനിക്ക് ട്രാൻസ്ഫറീ കമ്പനി നടത്തുന്ന പേയ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ 10 ലക്ഷം രൂപ മുടക്കി ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങി. കുറച്ചു കാലം, ഒരു 3-4 വർഷം നമ്മൾ ആ ബിസിനസ് സ്ഥാപനം പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. അതിനുശേഷം ആ ബിസിനസ് സ്ഥാപനം നമ്മൾ മറ്റൊരു കമ്പനിക്ക് കൊടുക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ കമ്പനിയാണ് എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. നമ്മൾ ആ കമ്പനി തുടങ്ങാൻ വേണ്ടി നമ്മൾ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമ്പനിയെ നമ്മൾ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച സമയത്ത് വൈ ലിമിറ്റഡ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനി നമ്മുടെ കമ്പനിയെ, എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയെ ഏറ്റെടുക്കാൻ തയ്യാറായി. നമ്മൾ ആ ബിസിനസ് സ്ഥാപനം വൈ ലിമിറ്റഡിന് കൈമാറുന്ന സമയത്ത് വൈ ലിമിറ്റഡ് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ മുടക്കിയിട്ടുള്ള 10 ലക്ഷം രൂപ നമുക്ക് തരാൻ ബാധ്യസ്ഥരായിരിക്കും. ഓക്കെ, അങ്ങനെ ആ കമ്പനി, അതായത് നമ്മുടെ എക്സ് ലിമിറ്റഡിനെ വൈ ലിമിറ്റഡിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് വൈ ലിമിറ്റഡ് എക്സ് ലിമിറ്റഡിന് നൽകുന്ന പേയ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പർച്ചേസ് കൺസിഡറേഷൻ. നമ്മളിപ്പോൾ 10 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ബിസിനസ് സ്ഥാപനം തുടങ്ങിയത്. ആ കമ്പനിയാണ് നമ്മൾ വൈ ലിമിറ്റഡിന് കൊടുക്കുന്നതെങ്കിൽ അതിനൊരു സർട്ടൺ എമൗണ്ട്, ഫുൾ എമൗണ്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അതിനകത്ത് നമ്മൾ 10 ലാക്ക് മുടക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊരു 8 ലാക്ക് നമുക്ക് തരാൻ ആര് തയ്യാറാവും, വൈ ലിമിറ്റഡ് തരാൻ തയ്യാറാവും അല്ലേ. അങ്ങനെ വൈ ലിമിറ്റഡ് എക്സ് ലിമിറ്റഡിന് നടത്തുന്ന പേയ്മെൻറ്റിനെയാണ് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. സോ പർച്ചേസ് കൺസിഡറേഷൻ മീൻസ് ദ കൺസിഡറേഷൻ പെയ്ഡ് ബൈ ദ ട്രാൻസ്ഫറീ കമ്പനി ടു ദ ട്രാൻസ്ഫറർ കമ്പനി. ട്രാൻസ്ഫറീ കമ്പനി ട്രാൻസ്ഫറർ കമ്പനിക്ക് നടത്തുന്ന പേയ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പർച്ചേസ് കൺസിഡറേഷൻ. ഓക്കെ, ദെൻ പർച്ചേസ് കൺസിഡറേഷൻ മേ ബി പെയ്ഡ് ഇൻ ദ ഫോം ഓഫ്. പർച്ചേസ് കൺസിഡറേഷൻ ഏതൊക്കെ രീതിയിൽ കൊടുക്കാം? ക്യാഷ് ആയിട്ട് കൊടുക്കാം, നിലവിലുള്ള ഏറ്റെടുക്കുന്ന കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൊടുക്കാം, പ്രിഫറൻസ് ഷെയർ ആയിട്ട് കൊടുക്കാം, ഡിബഞ്ചർ ആയിട്ട് കൊടുക്കാം. ഈ രീതിയിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് കൺസിഡറേഷൻ പേയ്മെൻറ്റ് നടത്താം. ഓക്കെ, പർച്ചേസ് കൺസിഡറേഷൻ മേ ബി പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്, ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. ഈ രീതിയിലെല്ലാം നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തു തീർക്കാം. അപ്പോൾ ഈ 3 ടേംസിനെ കുറിച്ച് നമുക്കിവിടെ വളരെ നല്ല രീതിയിലുള്ള ധാരണയുണ്ടായിരിക്കണം. ട്രാൻസ്ഫറർ കമ്പനി, ട്രാൻസ്ഫറീ കമ്പനി, ദെൻ പർച്ചേസ് കൺസിഡറേഷൻ. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് അമാൽഗമേഷൻ. അമാൽഗമേഷൻ്റെ ടൈപ്സ് ആണ്. സോ മെയിൻലി ദർ ആർ 2 types ഓഫ് അമാൽഗമേഷൻ. ഫസ്റ്റ് വൺ, അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ. ദെൻ സെക്കൻഡ് വൺ, അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ്. ഈ 2 രീതിയിലാണ് അമാൽഗമേഷൻ ഉള്ളത്. അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ, ദെൻ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ്. ദെൻ ഫസ്റ്റ് വൺ, അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ. ഓക്കെ, അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്ന് പറയുന്നിടത്ത് മെയിനായിട്ട് നമ്മൾ 5 കണ്ടീഷൻ ഫോളോ ചെയ്യണം. ഈ 5 കണ്ടീഷൻസ് ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു അമാൽഗമേഷൻ ആണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആണെന്ന് പറയാം. അപ്പോൾ ഏതൊക്കെയാണ് ഈ കണ്ടീഷൻ? ഇതാണ് നമുക്ക് അറിയേണ്ടത്. ഈ 5 കണ്ടീഷൻ, താഴെ പറയുന്ന 5 കണ്ടീഷൻ ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു അമാൽഗമേഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്ന് പറയും. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ, all assets and liabilities of the transferor company should become assets and liabilities of the transferee company. Y ലിമിറ്റഡ് എക്സ് ലിമിറ്റഡിനെ ടേക്കൺ ഓവർ ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ഫറർ കമ്പനിയുടെ എല്ലാ അസറ്റുകളും ലാബിലിറ്റികളും ആരുടേതായി മാറും? ഏറ്റെടുക്കുന്ന ട്രാൻസ്ഫറീ കമ്പനിയുടേതായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫറർ കമ്പനിയുടെ എല്ലാ അസറ്റുകളും ലാബിലിറ്റികളും അമാൽഗമേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നീട് അത് ട്രാൻസ്ഫറീ കമ്പനിയുടെ അസറ്റും ലാബിലിറ്റിയായിട്ട് മാറും. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഓൾ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി ഷുഡ് ബിക്കം അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് ദ ട്രാൻസ്ഫറീ കമ്പനി. ദെൻ സെക്കൻഡ് വൺ, നോട്ട് ലെസ് ദാൻ 90% ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി ഷുഡ് ബിക്കം ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ ട്രാൻസ്ഫറീ കമ്പനി. അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്ന കണ്ടീഷൻ പ്രകാരം അല്ലെങ്കിൽ എന്ന മെത്തേഡ് പ്രകാരം ഒരു അമാൽഗമേഷൻ നടക്കുമ്പോൾ അവിടെ ട്രാൻസ്ഫറർ കമ്പനിയുടെ ട്രാൻസ്ഫറീ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ 90%ഉം ആരുടേതായിട്ട് മാറും? അത് പിന്നീട് ട്രാൻസ്ഫറീ കമ്പനിയുടേതായിട്ട് മാറും. നോട്ട് ലെസ് ദാൻ 90% എന്നാണ്. നോട്ട് ലെസ് ദാൻ 90% ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി ഷുഡ് ബിക്കം
ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ട്രാൻസ്ഫറി കമ്പനി. ഓക്കെ, ട്രാൻസ്ഫറർ കമ്പനിയുടെ 90% കുറയാതെയുള്ള ഷെയർ ഹോൾഡേഴ്സ് ആരുടേതായിട്ട് മാറും? ട്രാൻസ്ഫറി കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് മാറും. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ ഇതാണ്. ഫസ്റ്റ് കണ്ടീഷൻ, ട്രാൻസ്ഫറർ കമ്പനിയുടെ എല്ലാ അസറ്റുകളും ലാബിലിറ്റികളും അമാൽഗമേഷൻ നടന്നു കഴിഞ്ഞാൽ അത് ട്രാൻസ്ഫറി കമ്പനിയുടെ അസറ്റും ലാബിലിറ്റി ആയിട്ട് മാറുന്നു. സെക്കൻഡ്, അമാൽഗമേഷൻ നടന്നതിന് ശേഷം ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ നോട്ട് ലെസ് ദാൻ 90%, 90% കുറയാതെയുള്ള ഷെയർ ഹോൾഡേഴ്സ് ആരുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് മാറും? പിന്നീട് അത് ട്രാൻസ്ഫറി കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് മാറും. ദെൻ തേർഡ് കണ്ടീഷൻ, പർച്ചേസ് കൺസിഡറേഷൻ ഷുഡ് ബി പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ഇക്വിറ്റി ഷെയർസ്. അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്ന മെത്തേഡ് പ്രകാരം പർച്ചേസ് കൺസിഡറേഷൻ ട്രാൻസ്ഫറർ കമ്പനിക്ക് പേയ്മെൻറ്റ് നടത്തേണ്ടത് ഇക്വിറ്റി ഷെയർ ഹോൾഡറിൻ്റെ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസിൻ്റെ രൂപത്തിലായിരിക്കണം. ഓക്കെ, ഇക്വിറ്റി ഷെയർസിൻ്റെ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? പർച്ചേസ് കൺസിഡറേഷൻ പേയ്മെൻറ്റ് നടത്തേണ്ടത്. പർച്ചേസ് കൺസിഡറേഷൻ നമുക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കാം, ഇക്വിറ്റി ഷെയർ ആയിട്ട് കൊടുക്കാം, പ്രിഫറൻസ് ഷെയർ ആയിട്ട് കൊടുക്കാം, ഡിബഞ്ചേഴ്സ് ആയിട്ട് കൊടുക്കാം, ഏത് രീതിയിലും കൊടുക്കാം. പക്ഷേ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്ന കണ്ടീഷൻ പ്രകാരം ഒരു ട്രാൻസ്ഫറി കമ്പനിക്ക് പർച്ചേസ് കൺസിഡറേഷൻ നൽകുമ്പോൾ അതിനകത്ത് അത് ഇക്വിറ്റി ഷെയർ ആയിട്ട് മാത്രമേ നൽകാൻ പറ്റൂ. ഓക്കെ, റയർ കേസിൽ ക്യാഷും കൊടുക്കാറുണ്ട് കേട്ടോ. ദെൻ ഫോർത്ത് കണ്ടീഷൻ, the transferee company intended to be carried out the same business done by the transferor company. തേർഡ് കണ്ടീഷനകത്ത് പറയുന്നത് the transferor company intended to be carried out the same business done by the transferor company. ട്രാൻസ്ഫറി കമ്പനി ഏറ്റെടുക്കുമ്പോൾ ട്രാൻസ്ഫറർ കമ്പനി ഏത് ബിസിനസ് ആണ് ചെയ്തിരുന്നത്, ഏത് തരത്തിലുള്ള ബിസിനസ് ആണ് ചെയ്തിരുന്നത്, അതേ ബിസിനസ് അതേ ഉദ്ദേശത്തോടു കൂടി തന്നെ ട്രാൻസ്ഫറി കമ്പനി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ബിസിനസ്സാണോ ചെയ്തിരുന്നത് അതേ ബിസിനസ് തന്നെ ആയിരിക്കണം ട്രാൻസ്ഫറി കമ്പനി അത് ഏറ്റെടുത്ത് കഴിഞ്ഞാലും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. സോ the transferee company intended to be carried out the same business done by the transferor company. ട്രാൻസ്ഫറർ കമ്പനി എന്ത് ബിസിനസ്സാണോ ചെയ്തിരുന്നത് ആ ബിസിനസ് അതുപോലെ അതേ ഉദ്ദേശത്തോടു കൂടി തന്നെ ട്രാൻസ്ഫറി കമ്പനി ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഇതാണ് അമാൽഗമേഷൻ ദ നേച്ചർ ഓഫ് മെർജറിലെ ഫോർത്ത് കണ്ടീഷൻ. ദെൻ ഫിഫ്ത്ത് കണ്ടീഷൻ, ദ ട്രാൻസ്ഫറി കമ്പനി നോട്ട് പെർമിറ്റഡ് ടു മേക്ക് any adjustment in the book value of the assets and liabilities of the transferor company. ട്രാൻസ്ഫറർ കമ്പനിയെ ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ അസറ്റും ലാബിലിറ്റിയും അതുപോലെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. അതുപോലെ അസറ്റും ലാബിലിറ്റിയും ട്രാൻസ്ഫറർ കമ്പനിയുടേത് ട്രാൻസ്ഫറി കമ്പനി ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ബുക്ക് വാല്യൂ എന്താണോ, അസറ്റിൻ്റെയും ലാബിലിറ്റിയുടെയും ബുക്ക് വാല്യൂ എന്താണോ ആ ബുക്ക് വാല്യൂ എന്താണോ അതുപോലെ തന്നെ ഏറ്റെടുക്കണം. അതിനകത്ത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും വരുത്താൻ പാടില്ല. ഇപ്പം ട്രാൻസ്ഫറർ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിനകത്ത് അസറ്റ്സും ലാബിലിറ്റിയും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ബാലൻസ് ഷീറ്റിനകത്തുള്ള അസറ്റും ലാബിലിറ്റിയും എന്താണോ അതിൻ്റെ ബുക്ക് വാല്യൂ എന്താണോ ആ ബുക്ക് വാല്യൂവിൽ അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ട്രാൻസ്ഫറി കമ്പനി ഏറ്റെടുക്കണം. അതിനകത്ത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും വരുത്താൻ പാടില്ല. ഇങ്ങനെയുള്ള 5 കണ്ടീഷൻ ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു അമാൽഗമേഷൻ ആണെങ്കിൽ അതിനെ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ 5 കണ്ടീഷൻ നിങ്ങൾ കൃത്യമായിട്ടും ഓർത്ത് വെക്കണം. ഒന്നാമത്തെ പറഞ്ഞ കണ്ടീഷൻ എന്തായിരുന്നു? ഓൾ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി ഷുഡ് ബിക്കം അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് ദ ട്രാൻസ്ഫറി കമ്പനി. ട്രാൻസ്ഫറർ കമ്പനിയുടെ അസറ്റും ലാബിലിറ്റിയും അമാൽഗമേഷൻ നടക്കുന്നതോടുകൂടി ട്രാൻസ്ഫറി കമ്പനിയുടേതായിട്ട് മാറും. പിന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കേസിലാണ് നോട്ട് ലെസ് ദാൻ 90%, 90% കുറയാതെ ഷെയർ ഹോൾഡേഴ്സ് ട്രാൻസ്ഫറർ കമ്പനിയുടേത് ആരുടേതായിട്ട് മാറണം? ട്രാൻസ്ഫറി കമ്പനിയുടേതായിട്ട് മാറണം. ദെൻ തേർഡ്, പർച്ചേസ് കൺസിഡറേഷൻ ഇക്വിറ്റി ഷെയർ ആയിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റൂ. ദെൻ മറ്റൊന്ന് പറയുന്നത് ട്രാൻസ്ഫറർ കമ്പനി ഇൻറ്റൻഡഡ് ടു ബി ക്യാരിഡ് ഔട്ട് ദ സെയിം ബിസിനസ് ഡൺ ബൈ ദ ട്രാൻസ്ഫറർ കമ്പനി. ട്രാൻസ്ഫറർ കമ്പനി എന്ത് ബിസിനസ് സ്ഥാപനമാണോ നടത്തിക്കൊണ്ട് പോയിരുന്നത് അതേ ബിസിനസ് സ്ഥാപനം അതേ ഉദ്ദേശത്തോടു കൂടി ട്രാൻസ്ഫറി കമ്പനി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം.
മറ്റൊന്ന് അസറ്റിൻ്റെയും ലാബിലിറ്റിയുടെയും ബുക്ക് വാല്യൂവിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും വരുത്താൻ ട്രാൻസ്ഫറി കമ്പനിക്ക് പറ്റില്ല. ഈ 5 കണ്ടീഷൻ ഫോളോ ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു അമാൽഗമേഷനെ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്ന് പറയും. ഓക്കെ, ദെൻ സെക്കൻഡ് മെത്തേഡാണ് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് മെത്തേഡ്. ഓക്കെ, പർച്ചേസ് മെത്തേഡ് പ്രകാരം if any one or more condition specified for merger are not satisfied, the amalgamation is amalgamation in the nature of purchase. Okay, amalgamation in the nature of purchase എന്നുള്ള മെത്തേഡ് പ്രകാരം സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം പറയുന്നില്ല. ഇവിടെ പറയുന്നത് മെർജിങ് പ്രകാരം നമ്മളോട് 5 കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 5 കണ്ടീഷനിൽ ഒന്നോ അതിൽ കൂടുതലോ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാത്ത ഒരു അമാൽഗമേഷനാണ് നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് എന്ന് പറയും. അപ്പോൾ നേരത്തെ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള 5 കണ്ടീഷൻ ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു അമാൽഗമേഷൻ ആണെങ്കിൽ അതിനെ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്നും, ആ കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്നോ അതിൽ കൂടുതലോ കണ്ടീഷൻ ഫോളോ ചെയ്യാതെ സാറ്റിസ്ഫൈ ചെയ്യാതെ നടക്കുന്ന ഒരു അമാൽഗമേഷൻ ആണെങ്കിൽ അതിനെ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് എന്നും പറയും. ഇതാണ് അമാൽഗമേഷൻ്റെ 2 മെത്തേഡ്സ്. ഓക്കെ, ടൈപ്സ് ഓഫ് അമാൽഗമേഷൻ എന്ന് പറയുന്ന പാർട്ട്. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.